ക്ലാസ് 6 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ, അതായത് അടുത്ത വർഷം ക്ലാസ് 7 പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. വലുതാവുമ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സ്പേസിൽ പോകണം. സോ അങ്ങനെ എല്ലാ ഡ്രീംസിനും നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ആ ഒരു ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ എന്തെങ്കിലും ഒരു ബേസോ നിങ്ങൾ ഇപ്പോഴേ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. സോ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾ കുറേ പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയിട്ടുണ്ടാവില്ല. സോ മിസ് അത് പറയാം. 6th തൊട്ട് 10th വരെയുള്ള സ്റ്റുഡൻസിന് ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക. നിങ്ങളുടെ കരിയറിലേക്കുള്ള ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു സ്ക്രീനിങ് സ്കോളർഷിപ്പ് എക്സാം എഴുതണം. സോ ആ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ക്ലാസ് 6 പഠിക്കുന്ന നെക്സ്റ്റ് ഇയർ ക്ലാസ് 7 ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ള മാത്സിൻ്റെ സിലബസ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷേപ്സ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആ ടോപ്പിക്കിൽ നമ്മൾ ഷേപ്സിനെ പറ്റിയും അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്. റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ഒപ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, അതുപോലെ തന്നെ റിഫ്ലെക്സ് ആംഗിൾ. സോ ആ ഒരു ആംഗിൾസിനെല്ലാം പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലോക്കിൽ അവേഴ്സ് വെച്ചിട്ട് ആംഗിൾസ് പറയുന്നത് നമുക്കറിയാം. അവേഴ്സിൻ്റെ അവർ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ആംഗിൾസ് എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാർട്സ് ആൻഡ് ഹോൾ, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ്. സോ ഇതിനകത്ത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഫ്രാക്ഷൻസിനെ പറ്റിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻസ്. സോ അത് കൺവേർട്ട് ചെയ്യാൻ മിക്സഡ് ഫ്രാക്ഷൻസിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ വിത്തിൻ നമ്പേഴ്സ്. സ്റ്റേറ്റ് സിലബസിൻ്റെ ടോപ്പിക് ആണെങ്കിൽ വിത്തിൻ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ്, അതുപോലെ അതിൻ്റെ ഫാക്ടേഴ്സ്, ദെൻ 2 നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടേഴ്സ്. സോ അതെല്ലാം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതുപോലെ ഇന്ന നമ്പേഴ്സിന് ഇത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ മൾട്ടിപ്പിൾസ് എന്നെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ് എന്നാണ്. സോ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുക. ഡെസിമൽ നമ്പേഴ്സിൽ ഓരോ പ്ലേസ് വാല്യൂസ്, സോ അതിൻ്റെ ഫേസ് വാല്യൂസും പ്ലേസ് വാല്യൂസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡെസിമൽ നമ്പറിൽ നമ്മൾ കുറച്ച് മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ അവിടെ എല്ലാം ഡെസിമൽ പോയിന്റ്സുകൾ വരുന്നതാണ്. സോ ആ ഒരു മെഷർമെൻറ്റ്സിൻ്റെ കൺവേർഷൻ എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഏരിയ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറി, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മാത്ത് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഏരിയയും പെരിമീറ്ററും, അത് വേർഡ് പ്രോബ്ലംസിൽ ചോദിച്ചാലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. സോ നെക്സ്റ്റ് ചാപ്റ്റർ വേ ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും എല്ലാം മൾട്ടിപ്ലിക്കേഷനും സോ അതിൻ്റെ ഡിവിഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈൻസ് ആൻഡ് സർക്കിൾസ്. സോ നമ്മുടെ ജോമെട്രിയിലെ ഒരു ടോപ്പിക്കാണ് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പോയിന്റ് എന്താണ്, ലൈൻസ് എന്താണ്, റേസ് എന്താണ്, അതുപോലെ തന്നെ ലൈൻ സെഗ്മെൻറ്റ്, ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ സർക്കിളിനാണെങ്കിൽ ഒരുപാട് പാർട്സ് ഉണ്ട് നമുക്കറിയാം. സെൻറ്റർ, റേഡിയസ്, ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ഡിഫറൻസ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ വേൾഡ് ആണ്. അതായത് ലാർജ് നമ്പേഴ്സ് നമുക്കറിയാം, ലാക്സ്, 10 lakh, ക്രോറ്. സോ അതിൻ്റെയൊക്കെ ഡെസിമൽസ്, നമ്മൾ ആ ഒരു നമ്പേഴ്സിൻ്റെയൊക്കെ കൗണ്ട് എത്രയുണ്ട്, പ്ലേസ് വാല്യൂസ്, അതുപോലെ ഫേസ് വാല്യൂസ്, ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് നമ്പേഴ്സ്, നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഡിജിറ്റ്സ് തന്നിട്ട് അത് വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതുപോലെ ബില്യൺസ്, നമ്മുടെ ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബില്യൺ, മില്യൺ. സോ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് നമ്പേഴ്സിനെ ഇൻ്റർനാഷണൽ സിസ്റ്റം വെച്ചിട്ടും ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറൽസ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് വിത്ത് ദ ടൈംസ്. സോ അതിനകത്ത് നമ്മൾ ടൈമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. നമ്മുടെ ക്ലോക്കിൽ ഒരു ഹാൻഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലോക്കിലെ ഹാൻഡ്
ഒക്കെ വെച്ചിട്ട് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ഓഫ് ടൈം, പിന്നെ 24-hour ക്ലോക്ക് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ എങ്ങനെയാണ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ കാലണ്ടർ, ലീപ്പ് ഇയർ, നോൺ ലീപ്പ് ഇയർ. സോ ലീപ്പ് ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ട്, നോൺ ലീപ്പ് ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ലീപ്പ് ഇയറിലുള്ള നമ്പർ ഓഫ് വീക്സ്, സോ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മെഷർ മാത്ത് എന്ന് പറയുന്നത്. സോ ഫ്രാക്ഷണൽ ലെങ്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഡെസിമൽ ഫോംസ്, ഡിഫറെൻറ്റ് മെഷേഴ്സ് ഉണ്ട്. കിലോഗ്രാമിന് ഗ്രാമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ലിറ്ററിന് മില്ലി ലിറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാ കൺവേർഷനും നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. സോ ഇത്രയാണ് നമ്മുടെ മാത്സിലെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ക്ലാസ് 6 സ്റ്റുഡൻസ് എല്ലാവരും ഈ ടോപ്പിക്കുകളെല്ലാം നല്ല രീതിക്ക് പഠിച്ചിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സോ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നല്ല രീതിക്ക് October 5th നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുവാണ്. സോ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സെൻറ്റേഴ്സിലെല്ലാം പോയി നിങ്ങൾ എഴുതുക. എല്ലാവർക്കും നല്ലൊരു സ്കോർ ലഭിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.